എല്ലാവർക്കും നമസ്കാരം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിൽ പ്രതിയായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. അതിനെ തുടർന്നാണ് 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വീണ്ടും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 120-ലധികം FIR ആണുള്ളത്. അത്രത്തോളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒരു കേസിൽ മാത്രമാണ്. അതിൽ തട്ടിപ്പ് 10 ലക്ഷം രൂപയുടേതാണ് എങ്കിൽ മൊത്തത്തിൽ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് ഏതാണ്ട് 15 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്കുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം, 10 വർഷത്തിന് മുകളിലായി അന്വേഷണം നടന്നതിന് ശേഷവും 120-ലധികം FIRകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇപ്പോഴായി മാറുന്നത്? ബാക്കി 120-ലധികം കേസുകളിൽ എന്തുകൊണ്ടാണ് കുറ്റപത്രം തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ഒരു തരത്തിലുള്ള നിയമ നടപടികളും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടാകാത്തത് എന്നതിനെക്കുറിച്ചാണ്. ചുരുക്കത്തിൽ എന്താണ് മൈക്രോ ഫിനാൻസ് പദ്ധതി, എന്തായിരുന്നു അതിലെ തട്ടിപ്പ്, എന്താണ് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ മൈക്രോ ഫിനാൻസ്. നബാർഡ് വഴി അനുവദിക്കപ്പെടുന്ന പണം കേരളത്തിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ വഴിയാണ് ചെലവഴിക്കപ്പെട്ടത്. ആൾക്കാർക്ക് സ്വന്തമായി ചെറിയ ചെറിയ സംരംഭങ്ങൾ, ഉദാഹരണത്തിന് ജാം ഉൽപ്പാദനം, സ്ക്വാഷ് ഉൽപ്പാദനം, സോപ്പ് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ തുകകൾ അവർക്ക് വായ്പയാക്കി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് അനുവദിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഈ ഫണ്ട് സ്വീകരിക്കുന്നതിന് SNDP യോഗം വഴി ധാരണയായി. അങ്ങനെ 3% പലിശ നിരക്കിൽ കിട്ടുന്ന ഈ പണം ചെറിയൊരു ലാഭം കൂടി ചേർത്തിട്ട് ഏതാണ്ട് 5% മാത്രം പലിശ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ, പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ക്ഷേമത്തിന് ചെറിയ പലിശയിൽ അവർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്നു. അതുവഴി അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഒരു മാർഗം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. എന്നാൽ ഇതിൽ നടന്നത് വളരെ ഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ്. SNDP യോഗം നേതൃത്വത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ്റെ മേലുദ്യോഗസ്ഥന്മാരുമായി നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഈ പണത്തിനെ സൈഫൺ ഓഫ് ചെയ്തിട്ട് ഇവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വ്യാജമായി പല സ്വയം സഹായ സംഘങ്ങളും രൂപീകരിച്ചു. വ്യാജമായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി. ഗുണഭോക്താക്കൾ അവർ പോലും അറിയാതെ ഈ പദ്ധതികളിലൊക്കെ തന്നെ വായ്പ എടുക്കുന്ന ആൾക്കാരായിട്ട് മാറുകയും ചെയ്തു. അവസാനം ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് 5% പലിശയ്ക്ക് മാത്രം കൊടുക്കേണ്ടിയിരുന്ന ഈ തുക ഏതാണ്ട് 18% മുകളിൽ പലിശയ്ക്കൊക്കെയാണ് പലപ്പോഴും കൊടുത്തത്. എന്നുവെച്ചാൽ ചെറിയ പലിശയ്ക്ക് സർക്കാർ നൽകുന്ന പണത്തിനെ വലിയ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയും സ്വന്തമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയും പിന്നാക്ക വികസന കോർപ്പറേഷൻ മേലുദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി SNDP യോഗം യൂണിയനുകൾ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം. ഏതാണ്ട് 2003 മുതൽ 2015 വരെയുള്ള 12 വർഷത്തോളം ഈ ഒരു പദ്ധതി ഇതേ രീതിയിൽ തന്നെ നടപ്പാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വിവരം. പിന്നീട് ഇതിൻ്റെ വായ്പക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ജപ്തി നടപടികൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കിട്ടുമ്പോഴാണ് തങ്ങളുടെ പേരിൽ ഇങ്ങനെ തങ്ങൾ അപേക്ഷിക്കാത്ത വായ്പ മറ്റുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട് എന്ന് അവരറിയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് പുറത്തേക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവസാനം കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. കോടതിയുടെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം പിന്നീട് പുരോഗമിച്ചത്. ലളിതമായി പറഞ്ഞാൽ, ഈ തട്ടിപ്പിൽ SNDP യോഗത്തിൻ്റെ നേതാക്കളുണ്ട്, അതേപോലെ പിന്നാക്ക വികസന കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്ന വ്യാജ സ്വയം സഹായ സംഘങ്ങളുണ്ട്. വ്യാജ ബെനഫിഷ്യറീസ് ഉണ്ട്. കേന്ദ്ര സർക്കാർ ചെറിയ പലിശയ്ക്ക് അനുവദിക്കുന്ന പണം അതുവഴി തട്ടിയെടുത്തു. അത് സൈഫൺ ഓഫ് ചെയ്ത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിനെ അനുവദനീയമായതിനേക്കാൾ 3-4 ഇരട്ടിയിലധികം പലിശയ്ക്ക് അത് കൊടുത്തു. വായ്പ എടുത്തിട്ട് പോലുമില്ലാത്ത നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ നിരവധി ആൾക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇതിൽ കബളിപ്പിച്ചു. ഈ മോഡൽ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്, മറിച്ച് SNDP യോഗത്തിൻ്റെ പല യൂണിറ്റുകളിൽ ഇത് നടപ്പാക്കി. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് വ്യാപിപ്പിച്ച് ഒരു വലിയ തട്ടിപ്പ് പദ്ധതിയാക്കി ഇതിനെ മാറ്റി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വശം. എന്നാൽ 2016 ശ്രീ VS അച്യുതാനന്ദൻ്റെ പരാതിയുടെ പുറത്ത് ഇത് അന്വേഷിക്കുന്നതിന് വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ വന്നെങ്കിലും അന്വേഷണം കാര്യമായി പുരോഗമിച്ചില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഇൻ്റർഫറൻസ് തന്നെയായിരുന്നു. 2016 മുതൽ 2026 വരെ CPMൻ്റെ 2 സർക്കാരുകളാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചത്.
ആ സമയത്തൊന്നും തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയും കേരളത്തിൻ്റെ പോലീസിൻ്റെയോ വിജിലൻസിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മൊത്തം ഏതാണ്ട് 124 കേസുകളായി 124 FIR ഉണ്ട്. അങ്ങനെ 10 വർഷത്തെ CPMൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇതിൽ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയുമാണ്. ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിനുള്ളിൽ ഈ അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല പുരോഗതി പ്രാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിരവധി തവണ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രത്യേകമായിട്ട് കോടതി വിമർശിച്ചിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് എക്സ്റ്റൻഷനുകൾ നൽകി 3 മാസത്തിനുള്ളിൽ 1 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഈ അന്വേഷണം പൂർത്തീകരിക്കണം എന്ന് കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അന്വേഷണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് മെല്ലെപ്പോക്ക് മാത്രമായിരുന്നു പ്രതികരണം. ചുരുക്കി പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ VS അച്യുതാനന്ദൻ്റെ പരാതിയിൽ ആരംഭിച്ച അന്വേഷണം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷ കാലയളവിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും തന്നെ പ്രാപിച്ചില്ല. ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്കി തുക. അതിനർത്ഥം തന്നെ എത്രത്തോളം പൊളിറ്റിക്കൽ പാട്രണേജാണ് ഈ CPM ഭരിച്ചിരുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അനുഭവിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പല ദൃഷ്ടാന്തങ്ങളും നമ്മൾ വേറെയും കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകനായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ ആശയങ്ങളെയും തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് പ്രദർശിപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് ഒരു കോണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ് പോലും ഒരു പരസ്യ വേദിയിൽ വെച്ച് അദ്ദേഹം നൽകി. തന്നെയുമല്ല, ഇത്ര ഗുരുതരമായിട്ടുള്ള ആസൂത്രിത തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായിരിക്കുന്ന ഇദ്ദേഹത്തിനെ തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഉൾപ്പെടെ കയറ്റുന്നതിനും ശ്രീ പിണറായി വിജയൻ ശ്രദ്ധിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ കാലയളവിൽ നിരവധി തവണ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മോശമായിട്ടുള്ള പല പദപ്രയോഗങ്ങളും നടത്തിയിരുന്ന സമയത്തും പിന്നീട് അതൊന്നും മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ന്യായീകരിച്ചപ്പോൾ ആ ന്യായവാദം അതേപടി ഏറ്റെടുത്ത് ആവർത്തിച്ചവരുടെ മുൻനിരയിൽ ശ്രീ പിണറായി വിജയനും ഉണ്ടായിരുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനിടയ്ക്ക് അതീവ ഗുരുതരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ മൈക്രോ ഫിനാൻസിൻ്റെ കോർഡിനേറ്ററായി SNDP യോഗത്തിന് വേണ്ടി പ്രവർത്തിച്ച KK മഹേശൻ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നതും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയാണ്. താൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ തന്നെ പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നുള്ള ഒരു ആരോപണമായിരുന്നു മഹേശൻ്റെ കത്തിലുണ്ടായിരുന്നത്. വളരെ ഡയറക്റ്റായിട്ടുള്ള ആരോപണങ്ങൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ട് കേരള പോലീസ് ആ വിഷയത്തിൽ ഒരു കേസെടുക്കുന്നത് പോലും അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഇതിനിടയ്ക്ക് ഈ 15 കോടി രൂപയുടെയും തട്ടിപ്പ് ഒറ്റയ്ക്ക് നടത്തിയത് KK മഹേശൻ തന്നെ ആയിരുന്നുവെന്ന് മഹേശൻ്റെ മരണശേഷം തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിക്കുകയും ചെയ്തു. ഇത് കേട്ടതുകൊണ്ട് CPM മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് ഇവിടെ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത് എന്ന് ചിന്തിക്കേണ്ടതില്ല. BJPയും ആ കാര്യത്തിൽ മോശമല്ല എന്ന് നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ്. ഒരുപക്ഷെ BDJSുമായിട്ടുള്ള സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം SNDP യോഗത്തിലെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഈഴവ വിഭാഗത്തിൻ്റെ ഒക്കെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അടുത്തയാഴ്ച അദ്ദേഹം അത് ഡൽഹിയിൽ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പത്മ പുരസ്കാരങ്ങളെപ്പറ്റി പരമപുച്ഛത്തോടുകൂടി സംസാരിച്ച, അതിനെ അങ്ങേയറ്റം ഇകഴ്ത്തി സംസാരിച്ച ഒരു വ്യക്തിക്കാണ് കേന്ദ്രം പത്മ അവാർഡ് നൽകി ആദരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു പദ്ധതിയാണ് നബാർഡ്. അതുവഴി ചെറിയ പലിശയ്ക്ക് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തേണ്ടിയിരുന്ന പണമാണ് ഇങ്ങനെ കുറേയധികം ആൾക്കാർ ഗൂഢാലോചന നടത്തി തട്ടിയെടുത്തിരുന്നത്. ആ 15 കോടി രൂപ തട്ടിയെടുത്തതിനെക്കുറിച്ച് പോലും ഈ പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ചിന്തിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി ഇത് കേട്ടതുകൊണ്ട് CPMും BJPയും മാത്രമാണ് വെള്ളാപ്പള്ളി നടേശന് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നത് എന്നും ധരിക്കേണ്ട. അക്കാര്യത്തിൽ കോൺഗ്രസും ഒട്ടും മോശമല്ല. നമുക്കറിയാം, ശ്രീ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചയാളാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ. എന്നാൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതിന് ശേഷം അതിലെ പല മന്ത്രിമാരും, കോൺഗ്രസ് മന്ത്രിമാരും ഘടകകക്ഷികളുടെ മന്ത്രിമാരുമൊക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും നേരിട്ട് സന്ദർശനം നടത്തുന്നതിന് വേണ്ടി പോയതും നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ഏറ്റവും അപഹാസ്യമായി തോന്നിയ സന്ദർശനം നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടേതാണ്. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം മോശമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയ കോൺഗ്രസിൻ്റെ നേതൃത്വം മൊത്തത്തിൽ എതിർത്ത ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് എന്ന് മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം തന്നെ എല്ലാവർക്കും ലോക ക്ഷീരദിനാശംസകൾ എന്നായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഒരു സമുദായ നേതാവിനെ, വിവാദമുണ്ടാക്കിയ ഒരു നേതാവിനെ കാണാൻ പോയത് എന്നതിനെക്കുറിച്ച് ഒരു ജസ്റ്റിഫിക്കേഷൻ പോലും പറയാനില്ലാത്ത മന്ത്രിയാണ് താനെന്ന് ശ്രീമതി ബിന്ദു കൃഷ്ണ തെളിയിച്ചു. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ എന്നതുകൊണ്ട് തന്നെ
എത്രത്തോളം വനിതകൾ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അല്പം സമയം കിട്ടുമ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 വർഷമായിട്ടാണ് ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് എന്നത് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇച്ഛാശക്തി ഈ സർക്കാർ കാണിച്ചെങ്കിൽ മാത്രമേ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള മറ്റ് കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതിന് എത്രത്തോളം ഈ സർക്കാർ വില്ലിംഗ് ആകും എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് സ്തുതി പാടുന്ന, അദ്ദേഹത്തിൻ്റെ തിണ്ണ നിരങ്ങാൻ തയ്യാറായിട്ടുള്ള മന്ത്രിമാർ ഈ ഒരു മന്ത്രിസഭയിലും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് കരുതാനായിട്ട് വയ്യ. ശ്രീ വി ഡി സതീശൻ NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരോട് കാണിച്ചിരിക്കുന്ന അതേ സമീപനം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടും കാണിക്കേണ്ടതാണ്. പലപ്പോഴും താൻ പോരിമയോടെ അഹങ്കാരത്തോടെയൊക്കെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും വ്യക്തിപരമായി അഭിപ്രായം പറയുന്ന ശ്രീ സുകുമാരൻ നായർക്ക് ഒരു സന്ദർശനത്തിനുള്ള അവസരം ശ്രീ വി ഡി സതീശൻ ഇതുവരെ നൽകിയിട്ടില്ല. അതിനെക്കുറിച്ച് വലിയ പരിഭവം പറഞ്ഞ് ശ്രീ സതീശൻ ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ ശ്രീ സുകുമാരൻ നായർ പറയുമ്പോൾ അത് കേരളക്കരയാകെ ഒരു ചിരിയോടുകൂടിയാണ് കേട്ടത് എന്നുള്ളതാണ് സത്യം. തനിക്കെതിരെ മോശമായി സംസാരിച്ചതിന് ശേഷം തന്നെ കാണാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടും ആ ശ്രമമൊക്കെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ ശ്രീ സുകുമാരൻ നായരോട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടും ശ്രീ സതീശൻ പെരുമാറേണ്ടതാണ്. കാരണം ഇത് ശ്രീ സുകുമാരൻ നായരുടെ കേസിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ്. 120-ലധികം FIRകളും ഇതുവരെയും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലാത്ത അന്വേഷണവും പൂർത്തീകരിച്ചിട്ടില്ലാത്ത കുറ്റപത്രവും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ നീതി കിട്ടേണ്ടതായിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട്. ഇതിലെ ഗൂഢാലോചനയും തട്ടിപ്പും ഒക്കെ തന്നെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇരയായി പോയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇതിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന KK മഹേശൻ എന്നൊരു വ്യക്തിയുണ്ട്. ഈ ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ സത്യം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് SNDP യോഗം എന്ന മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത്. ഈഴവ സമുദായത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് എങ്കിൽ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഇന്നത്തെ ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ വിലയിരുത്തൽ നടത്തേണ്ടത് ആ സമുദായ അംഗങ്ങൾ തന്നെയാണ്. ഒരു സമുദായത്തിൻ്റെ ഉന്നമനം എന്ന് പറയുമ്പോൾ അതിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനം എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ പുരോഗതിക്ക് വേണ്ടി കൂടിയാണ് നബാർഡ് വഴി ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടത്. എന്നാൽ അതിൽ നിന്ന് സാധാരണക്കാർക്ക് കിട്ടേണ്ടിയിരുന്ന ആ ബെനിഫിറ്റിനെ പോലും തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ എവിടെ, ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ആശയങ്ങൾ എവിടെ എന്നതിനെക്കുറിച്ചും ഈ സമുദായ അംഗങ്ങൾ തന്നെ വിലയിരുത്തണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയെ അട്ടിമറിച്ച് സ്വസമുദായക്കാരെ വഞ്ചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിയമപരമായി കടുത്ത ശിക്ഷ തന്നെ നേടിക്കൊടുക്കുക എന്നുള്ളതും അവർ തങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, തങ്ങളുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും പറയേണ്ടുന്ന ഉത്തരവാദിത്തം ആ സമുദായത്തിനാണ് എന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായി പറയേണ്ടതുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൊളിറ്റിക്കൽ പാട്രണേജ് എല്ലാം അവസാനിപ്പിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കട്ടെ, അതിൽ കുറ്റപത്രം ശരിയായ രീതിയിൽ സമർപ്പിക്കപ്പെടട്ടെ, തെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ നേതൃത്വം ചെയ്തിരിക്കുന്ന തെറ്റായ കാര്യങ്ങളുടെ പേരിൽ ശ്രീനാരായണ ഗുരുദേവനോട് ഈ കേരളീയ പൊതുസമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.